بسم الله الرحمن الرحيم من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا ليجزي الله الصادقين بصدقهم ويعذب المنافقين إن شاء أو يتوب عليهم إن الله كان غفورا رحيما صدق الله العلي العظيم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي അതേരായ സത്യവിശ്വാസികളെ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് ഈ പരിശുദ്ധ ഭവനത്തിൽ പുണ്യദിനത്തിൽ ഒരുമിച്ച് കൂടി അല്ലാഹുവിൻ്റെ കലാം മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തുണയും തൗഫീഖും നൽകുമാറാവട്ടെ. പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ തൻ്റെ അനുചരന്മാരിൽ ഒരാൾ, ഒരു അൻസാരി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖബർ കുഴിക്കാൻ വേണ്ടി ഏർപ്പാടാക്കുകയും ആ ഖബർ കുഴിക്കുന്നത് അല്പം വൈകുകയും ചെയ്തു. പ്രവാചകൻ തൻ്റെ അനുചരന്മാരെ, സഹാബാക്കിറാമിനെ ഒരു മരത്തണലിൽ പിടിച്ചിരുത്തിയിട്ട് ചില വർത്തമാനങ്ങൾ പറഞ്ഞു. അദ്ദേഹം തുടങ്ങിയത് ഇങ്ങനെയാണ്: നിങ്ങൾ ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവിനോട് രക്ഷ തേടുക എന്ന്. രണ്ട് തരത്തിലുള്ള മരണത്തെക്കുറിച്ചാണ് തൻ്റെ അനുചരന്മാരെ പ്രവാചക തിരുദൂതർ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉണർത്തിയത്. ഒന്ന്, വിശുദ്ധരായ മനുഷ്യർ മരിക്കുന്ന അവസാന സന്ദർഭം. മറ്റൊന്ന്, മോശം ജീവിതം നയിച്ച് മരിക്കുന്ന ആളുകളുടെ പരിണിതി. ഈ രണ്ടും പ്രവാചകൻ തൻ്റെ അനുജന്മാരെ പറഞ്ഞുകൊടുത്ത സംഭവം ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഭൂമി ലോകത്ത് നന്മ ചെയ്ത് സുഹൃതത്തോടെ മരിക്കുന്ന മനുഷ്യന്റെ ഭൂമിയിലെ അവസാന നിമിഷവും പരലോകത്തേക്കുള്ള ആദ്യ നിമിഷവും സമാഗതമായാൽ ആ മനുഷ്യന്റെ തലക്ക് മുകളിൽ സുന്ദരമായ, അതിസുന്ദരമായ രൂപത്തിൽ ഒരു മലക്ക് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടും. ആ മലക്ക് അവന്റെ റൂഹ് പിടിക്കാനുള്ള സമയമായാൽ അവൻ ഇത് കണ്ട് അതിസുന്ദരമായ അനുഭവം കണ്ടുകൊണ്ടിരിക്കെ അത് താഴേക്കിറങ്ങി വരികയും അവന്റെ സമീപത്ത് വന്ന് അവന്റെ ആത്മാവിനെ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, സമാധാനമടഞ്ഞ ആത്മാവേ, വരൂ അല്ലാഹുവിന്റെ സന്നിധാനത്തിലേക്ക്. അവന്റെ സന്തോഷമുണ്ട് നിനക്ക് സ്വർഗീയ ആരാമങ്ങളിൽ അവന്റെ അടിയാറുകളോടൊപ്പം പ്രവേശിക്കാനുള്ള ആത്മഗതമാണ്, സ്വാഗതമാണ് ഓതിക്കൊണ്ടാണ് ആത്മാവിനെ ക്ഷണിക്കുന്നത്. അവന്റെ ശരീരത്തിലുള്ള ആത്മാവിനെ പുറത്തു വരാൻ വേണ്ടി വളരെ സാവധാനത്തിൽ സന്തോഷത്തോടുകൂടി ആത്മാവിനെ സ്വാഗതം ചെയ്യുകയാണ്. ഈ വിളിയാളങ്ങൾ കേട്ട മാത്രയിൽ അവന്റെ ശരീരത്തിൽ ആർക്കും കാണാൻ കഴിയാത്ത, ആർക്കും തൊടാൻ കഴിയാത്ത, ആർക്കും രുചിക്കാൻ കഴിയാത്ത, ആർക്കും മണക്കാൻ കഴിയാത്ത, ആർക്കും സ്പർശിക്കാൻ കഴിയാത്ത ആത്മാവ് ഈ വിളിയാളം കേൾക്കുമ്പോ ആ ശരീരത്തിൽ നിന്ന് അത് പതിയെ ഇറങ്ങി വരുമത്രേ. പ്രവാചക തിരുദൂതർ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉദാഹരിച്ചത്, ഒരു കൂജയിൽ നിന്ന് നിങ്ങൾ വെള്ളമൊഴിക്കുമ്പോൾ എത്ര സുന്ദരമായാണ് ആ ധാരധാരയായി വെള്ളമൊഴുകുന്നത് പോലെ ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തേക്ക് വരും. മലക്ക് തന്റെ ഇരുകരങ്ങളും ചേർത്ത് വെച്ച് ആ ആത്മാവിനെ സ്വാഗതം ചെയ്തു. ആ ആത്മാവ് പുറത്തു വരുമ്പോൾ തന്നെ പരിസരമാകെ സുഗന്ധം വീശുന്നു. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പരിമളം ആ ആത്മാവിൽ പൊതിഞ്ഞപ്പോ, അതിൽ വീശിയപ്പോ ആ സുഗന്ധം ഇരട്ടിച്ചു.
പരിസരമാകെ സുഗന്ധം പുരട്ടിയ നല്ല മണം മാത്രം നൽകിയ മനുഷ്യൻ, ഇതുവരെ ജീവിതത്തിൽ നന്മ നിറഞ്ഞ പ്രവൃത്തി ചെയ്ത മനുഷ്യൻ, തനിക്കും കുടുംബത്തിനും സമൂഹത്തിനും നന്മകൾ നൽകിയ മനുഷ്യൻ, അവൻ പിരിഞ്ഞു പോകുമ്പോഴും ഈ ഭൂമിയിൽ നിന്ന് പരലോകത്തേക്ക് അവന്റെ ശാശ്വതമായ ഭവനത്തിലേക്ക് പോകുമ്പോഴും നാളുകൾക്ക് നന്മയാണ് നൽകുന്നത്, സുഹൃതമാണ് നൽകുന്നത്, നല്ല പരിമളമാണ് നൽകുന്നത്. അങ്ങനെ പോയത്രേ. ആത്മാവിനെ ആദരവോടെ കരങ്ങളിൽ സ്വീകരിച്ച് ആ മാലാഖ ഒന്നാം ആകാശത്തേക്ക് പോകുന്നു. പ്രവാചക തിരുദൂതർ പറഞ്ഞ സംഭവമാണിത്. ഒന്നാം ആകാശത്ത് പോയിട്ട് അവിടെയുള്ള കാവൽക്കാരോട് വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുന്നു. കാവൽക്കാർ ചോദിച്ചു, താൻ ആരാണ്, കൂടെയുള്ളതാര് എന്ന്. ഞാൻ മലക്കുൽ മൗത്താണ്, എന്റെ കൂടെയുള്ളത് ഇന്ന മനുഷ്യന്റെ ആത്മാവാണ്. ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ ആ മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന പേരെടുത്ത് വിളിച്ചെന്ന് പറയുന്നു, ഇന്ന മനുഷ്യന്റെ ആത്മാവാണെന്ന്. ആകാശത്തെ ഒന്നാം ആകാശത്തെ മാലാഖമാർ വാതിൽ തുറക്കുകയും ആത്മാവും മലക്കും തമ്മിൽ അങ്ങനെ മുകളിലേക്ക് പോവുകയാണ്. രണ്ടാം ആകാശത്തേക്ക് പോവുകയാണ് അവർ. ആ സമയത്ത് ഈ ഒന്നാം ആകാശത്തുള്ള മുഴുവൻ മാലാഖമാരും എസ്കോർട്ട് പോകുന്നു. ആ മനുഷ്യനോടുള്ള ആദരവ് നിമിത്തം, അവനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാനായി നാട്ടിലെ രാജാക്കന്മാരും മന്ത്രിമാരും ഒക്കെ പോകുമ്പോൾ എസ്കോർട്ട് വാഹനങ്ങൾ പോകുന്നത് പോലെ ഒന്നാം ആകാശ ലോകത്തുള്ള മലക്കുകളൊക്കെ ആ മലക്കുൽ മൗത്തിന്റെ പിറകിൽ ആ മനുഷ്യനെ ആദരവർപ്പിച്ചുകൊണ്ട് രണ്ടാം ആകാശം വരെ പോവുകയും തിരിച്ചു വരികയും ചെയ്തു. രണ്ടാം ആകാശത്തെത്തിയപ്പോ മലക്ക് വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുന്നു. താൻ ആര്, കൂടെയാര് എന്ന ചോദ്യം. ഞാൻ മലക്കുൽ മൗത്ത്, എന്റെ കൂടെയുള്ളത് ഇന്ന മനുഷ്യന്റെ ആത്മാവാണെന്ന് അഹ്ലൻ വസഹ്ലൻ എന്ന് പറഞ്ഞ് സ്വാഗതം ഓതിക്കൊണ്ട് രണ്ടാം ആകാശത്തെ മലക്കുകളും വാതിൽ തുറക്കുന്നു. വീണ്ടും ആ മനുഷ്യന് മൂന്നാം ആകാശത്തേക്ക് പോകുന്നു. രണ്ടാം ആകാശത്തുള്ള മലക്കുകൾ മുഴുവൻ എസ്കോർട്ട് പോയി അനുഗമിക്കുന്നു. 3-ൽ പോയി തിരിച്ചു വരുന്നു. 6 ആകാശവും കഴിഞ്ഞ് 7-ാം ആകാശത്തെത്തിയപ്പോ അവിടെ ഒരു അശരീരി കേൾക്കുകയാണ്, ഈ മനുഷ്യന്റെ റെക്കോർഡ് നിങ്ങൾ അല്ലിയിൽ രേഖപ്പെടുത്തുക, ആത്മാവിനെ നിങ്ങൾ ആ മനുഷ്യനിലേക്ക് തിരിച്ചു കൊണ്ടുവെക്കുകയും ചെയ്യുക എന്ന്. അല്ലിയൻ എന്നത് സുഹൃതം ചെയ്ത, നന്മ ചെയ്ത, പരലോകത്ത് ശാശ്വതമായ സ്വർഗീയ ആരാമങ്ങളിൽ പ്രവേശിക്കേണ്ട മനുഷ്യന്റെ റെക്കോർഡ് പുസ്തകമാണ് അല്ലിയൻ. ആ മനുഷ്യന്റെ റെക്കോർഡ് പേര് അവിടെ രേഖപ്പെടുത്തിയിട്ട് മലക്കുൽ മൗത്ത് അശരീരി കേട്ടതുപോലെ ആ മനുഷ്യന്റെ ആത്മാവ് ശരീരത്തിലേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വെച്ചത് മുതൽ ചോദ്യം ആരംഭിക്കുന്നു. മൻ റബ്ബുക വമാ ദീനുക വമൻ നബിയുക അല്ലദീ ഉൻസില ഇലൈക വൽ കിതാബല്ലദീ ഉൻസില ഇലൈക എന്നൊക്കെ തുടങ്ങിയുള്ള ചോദ്യങ്ങളാണ് അവിടെ. ആ ചോദ്യത്തിന് ഈ ആത്മാവ്, ഖബറിൽ കിടക്കുന്ന ആത്മാവ് അതിസുന്ദരമായി അതിവേഗത്തിൽ ഉത്തരം പറഞ്ഞു അത്രേ. റബ്ബി അല്ലാഹ് എന്നൊക്കെ തുടങ്ങിയുള്ള ആ വർത്തമാനം അത് മുഴുവൻ കഴിഞ്ഞപ്പോ ഒരു അശരീരി വീണ്ടും കേൾക്കുന്നു, ഈ മനുഷ്യൻ സത്യം പറഞ്ഞിരിക്കുന്നു, ഈ മനുഷ്യൻ സ്വർഗീയ അവകാശിയാണ്, സ്വർഗത്തിലേക്ക് ഒരു വിരിപ്പ് വിരിക്കുക, ആ സ്വർഗത്തിന്റെ ഒരു വിരിപ്പ് അവൻ നൽകുകയും സ്വർഗം കൺകുളിർക്കെ കാണാനായി സ്വർഗത്തിലേക്ക് ഒരു വഴിവെട്ടി തെളിയിക്കുകയും ചെയ്യുക. ഇപ്പോൾ തന്നെ ആ മനുഷ്യൻ തനിക്കെത്താനുള്ള ഭവനം കണ്ട് ആസ്വദിക്കട്ടെ എന്ന് അശരീരി. അതനുസരിച്ച് സ്വർഗീയമായ ഒരു വിരിപ്പ്, അതിസുന്ദരമായ അനുഭവത്തിൽ സ്വർഗത്തിന്റെ ഒരു അനുഭവം അവിടെ അനുഭവിക്കുന്നു ആ മനുഷ്യൻ. സ്വർഗം കൺകുളിർക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് പ്രവാചകൻ പറയുന്നത്, അപ്പോഴാണ് ആ മനുഷ്യന്റെ ചാരത്തേക്ക് അതിസുന്ദരനായ ഒരു മനുഷ്യൻ, വെളുത്ത സൗന്ദര്യമുള്ള, സൗന്ദര്യത്തിന്റെ നിറവടമായ ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെടുന്നു ആ ഖബറിൽ. ഈ മനുഷ്യൻ ചോദിക്കുന്നു, മരിച്ചുപോയ ആ മനുഷ്യൻ ചോദിക്കുന്നു, താങ്കൾ ആരാണ്? പരിചയമില്ലല്ലോ. എന്നെ പരിചയമില്ലേ? നീ ഭൂമിയിൽ ഇതുവരെ ചെയ്തു കൂട്ടിയ നന്മകൾ, സുഹൃതങ്ങൾ നിന്നെ സന്തോഷിപ്പിക്കാനായി, അത് നന്മയായി ഈ ഒരു സുന്ദര രൂപം കൊണ്ട് നിന്നെ സന്തോഷിപ്പിക്കാനായി കടന്നു വന്നതാണ് ഞാൻ എന്ന് പരിചയപ്പെടുത്തുന്നു. ഈ മനുഷ്യൻ പറയുന്നു, നാഥ, അന്ത്യനാളിന് മുമ്പുള്ള അവസ്ഥ ഇതാണെങ്കിൽ, ഈ ഖബറിൽ തന്നെ ഇത്ര അതിസുന്ദരമായ അനുഭവമാണ് എനിക്കെങ്കിൽ, സ്വർഗത്തിന്റെ വിരിപ്പും സ്വർഗം കൺകുളിർക്കെ കാണുകയും സ്വർഗീയ സന്തോഷ സുവിശേഷം അറിയിക്കാൻ വേണ്ടി അതിസുന്ദരമായ ഒരു അവതാരവും, നാഥ എത്രയും പെട്ടെന്ന് എന്നെ അന്ത്യനാൾ കൊണ്ടുവരുത്തണേ എന്ന് പ്രാർത്ഥിച്ചു അത്രേ. ഇതേ പ്രവാചകൻ ഒരു മോശമായ ഭൂമിയിൽ മേച്ഛതകൾ ചെയ്ത, തോന്നിവാസങ്ങൾ ചെയ്ത, തനിക്കും കുടുംബത്തിലും സമൂഹത്തിലും തിന്മകൾ നൽകി മരിച്ചുപോയ മനുഷ്യന്റെ അന്ത്യനിമിഷം
പ്രവാചകൻ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. സഹവാ കിറാമിനോട് പറഞ്ഞു കൊടുത്തു, ഈ തോന്നിവാസിയായ മനുഷ്യന്റെ ഭൂമിയിലെ അവസാന സന്ദർഭം പരലോകത്തേക്കുള്ള ആദ്യ നിമിഷവും സമാഗതമായി കഴിഞ്ഞാൽ തലയ്ക്ക് മുകളിൽ വൈരൂപ്യമുള്ള ഭീകരമായ ഒരു സത്വം പ്രത്യക്ഷപ്പെടും. ആ സത്വം സമയമായാൽ അവന്റെ തലഭാഗത്തേക്ക് കടന്നു വരുന്നു. അള്ളാഹുവിന്റെ കോപത്തിലേക്കും അവന്റെ ശിക്ഷയിലേക്കും കടന്നു വരൂ എന്ന് ആത്മാവിന് വിളിക്കുന്നു അത്രേ. ആത്മാവ് പുറത്തേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല. ക്രൂരമായ ഒരു സത്വം, പേടിപ്പെടുത്തുന്ന ഒരു ജന്തു തന്റെ മുമ്പിൽ വന്ന് തന്നെ വിളിക്കുമ്പോ പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ ശരീരത്തിലേക്ക് ഉൾവലിഞ്ഞു. പ്രവാചകൻ പറയുന്നു, ഈ മലക്കുൽ മൗത്ത് ഒരു ഇരുമ്പിന്റെ കുളത്തുകൊണ്ട് നനഞ്ഞ പഞ്ഞിയിൽ വലിച്ചെടുക്കുന്നത് പോലെ ഈ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ആ കുളത്ത് ആഴ്ത്തിയിറക്കുകയും അവന്റെ ആത്മാവിനെ പുറത്തേക്ക് വലിച്ചെടുക്കുകയും ചെയ്തു എന്ന്. എന്നിട്ട് കൈകൊണ്ട് തൊടാൻ കൂട്ടാക്കുന്നില്ല. അതിനെ വലിച്ചിഴച്ച് ആകാശലോകത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നു. ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന ഉടനെ പരിസരമാകെ ദുർഗന്ധം വമിക്കുകയാണ്. ആ മനുഷ്യൻ ഇതുവരെ നാട്ടിന്, വീട്ടിന്, തനിക്ക്, കുടുംബത്തിന്, അയൽപക്കത്തിനൊക്കെ ഇതുപോലെ ദുരന്തങ്ങൾ നൽകിയ മനുഷ്യൻ വിട്ടുപോകുമ്പോഴും സമൂഹത്തിന് ദുർഗന്ധം നൽകിയിട്ടാണ് പോകുന്നത്. വലിച്ചഴച്ച് കൊണ്ടുപോകുന്നു ആ മനുഷ്യന്റെ ആത്മാവിനെ. ഒന്നാം ആകാശത്തെത്തി കാവൽക്കാരോട് വാതിൽ തുറക്കാൻ പറഞ്ഞപ്പോ താനാര്, കൂടെയാര് എന്ന ചോദ്യം. ഞാൻ മലക്കുൽ മൗത്ത്, ഇത് എന്റെ കൂടെ ഈ മനുഷ്യന്റെ ഭൂമിയിലെ ഏറ്റവും മോശമായ പേരെടുത്ത് വെച്ചിട്ട് ആ മനുഷ്യന്റെ ആത്മാവ് എന്ന് പറഞ്ഞപ്പോ, ഇല്ല, ഈ മനുഷ്യന് ആകാശലോകത്തേക്ക് പ്രവേശനമില്ല, ഇവനെ നീ സിജ്ജീനിൽ രേഖപ്പെടുത്തുകയും, ഒരു അശരീരിയാണ്, ഈ മനുഷ്യന്റെ റെക്കോർഡ് നീ സിജ്ജീനിൽ രേഖപ്പെടുത്തുക, ആത്മാവിനെ വലിച്ചെറിയുകയും ചെയ്യുക എന്ന അശരീരി. സിജ്ജീൻ എന്നത് ദുഷ്കർമ്മികളായ, തോന്നിവാസികളായ, അധർമ്മികളായ, ധിക്കാരികളായ, താന്തോന്നികളായ മനുഷ്യരെ അവരുടെ പേരുകൾ നരക അവകാശികൾക്ക് രേഖപ്പെടുത്താനുള്ള പുസ്തകമാണത്. സിജ്ജീനിൽ രേഖപ്പെടുത്തുകയും ഈ മനുഷ്യന്റെ ആത്മാവിനെ വലിച്ചെറിയുകയും ചെയ്തു. തിരിച്ചവന്റെ ശരീരത്തിലേക്ക് വന്ന മനുഷ്യൻ ചോദ്യങ്ങളാണ് മലക്കുകളുടെ. തന്റെ റബ്ബാരാണ്, തന്റെ ദീനേതാണ്, തന്റെ മതമാരാണ്, തന്റെ പ്രവാചകനാരാണ്, തന്റെ വേദമേതാണ് എന്ന് ചോദിച്ചപ്പോ അറിയില്ല എന്ന ഉത്തരം. ഒന്നിനും അറിയില്ല ആ മനുഷ്യന്. വിശ്വാസിയാണെങ്കിലും പറയാൻ കഴിയാത്ത, അഥവാ നല്ല മനുഷ്യനല്ലാതെ ജീവിച്ച മുസ്ലിം ആണെങ്കിലും പറയാൻ കഴിയുന്നില്ല അവൻ അറിയില്ല എന്ന അട്ടഹാസം മാത്രം, വേദനയോടുകൂടി ദുഃഖത്തോടുകൂടിയുള്ള മറുപടി മാത്രമാണ്. അശരീരി വീണ്ടും കേൾക്കുന്നു, ഈ മനുഷ്യൻ സത്യമല്ല പറഞ്ഞിരിക്കുന്നത്. അവനൊരു റബ്ബുണ്ടായിരുന്നു, അവനൊരു പ്രവാചകനുണ്ട്, അവനൊരു വേദമുണ്ട്, അതൊന്നും അറിയില്ല എന്ന് പറഞ്ഞത് അസത്യമാണ്. ഈ മനുഷ്യൻ എത്താനുള്ളത് നരകത്തിലേക്കാണ്. നരകത്തിന്റെ ഒരു വിരിപ്പ് കൊടുക്കുക, നരകം കൺകുളിർക്കെ കാണാനായി അവന്റെ മുമ്പിൽ നരകത്തിലേക്കുള്ള വഴിവെട്ടി തെളിയിക്കുകയും ചെയ്യുക. കൺകുളിർക്കെ എന്നത് ഇൻവെർട്ടഡ് കോമയിൽ പേടിപ്പിക്കാനും പീഡിപ്പിക്കാനുമായി അവിടെ ആ ഒരു അശരീരി പറഞ്ഞതുപോലെ നരകത്തിന്റെ വേദന അവിടെ നിന്ന് അനുഭവിച്ചു തുടങ്ങി. പ്രവാചകൻ സംഭവം തുടങ്ങിയത് നരകശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷ തേടണം സ്ഥിരമായി എന്ന്. ഖബറിലെ ശിക്ഷ അതിഭയങ്കരവും ഭീകരവുമാണ്. അവിടെ നിങ്ങൾ അകപ്പെട്ടാൽ, ആ വേദനയിൽ അകപ്പെട്ടാൽ നിങ്ങൾ സ്ഥിരമായി ആ വേദന അനുഭവിച്ച് നരകത്തിൽ കഴിയേണ്ടി വരും. അവിടെ നിന്ന് രക്ഷ തേടണമെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ അത് അനുഭവിക്കുന്നു. നരകം, കത്തിയാളുന്ന നരകം, താൻ കടക്കാൻ പോകേണ്ടുന്ന ആ ഭീകരമായ അവസ്ഥ ആലോചിച്ച് ആ മനുഷ്യൻ വേദന കൊണ്ട് പുളയുകയാണ്. അപ്പോഴുണ്ട് ക്രൂരമായ മുഖം തോന്നിക്കുന്ന, വൈരൂപ്യത്തോടു കൂടിയുള്ള ഒരു ഭീകരമായ മനുഷ്യൻ അവന്റെ ഖബറിൽ പ്രത്യക്ഷപ്പെടുന്നു. ചോദിക്കുന്നു, താൻ ആരാണ്? എന്നെ നിനക്ക് പരിചയമില്ലേ? നീ ഭൂമിയിൽ ചെയ്തു കൂട്ടിയ അധർമ്മങ്ങളും തോന്നിവാസങ്ങളും ധിക്കാരങ്ങളും അത് മനുഷ്യരൂപം കൊണ്ട് നിന്നെ പേടിപ്പിക്കാനും പീഡിപ്പിക്കാനുമായി നിശ്ചയിക്കപ്പെട്ട ആളാണ് ഞാൻ എന്ന്. നരകത്തിന്റെ വിധിപ്പും നരകം കണ്ടുകൊണ്ടിരിക്കുന്നു. നരകത്തെക്കുറിച്ച് സുവാർത്ത അറിയിക്കുന്ന ഭീകരമായ സത്വം ചാരി നിൽക്കുന്നു. നരകം ഒരിക്കലും അന്ത്യനാൾ വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു അത്രേ. രണ്ട് മരണം. സഹോദരങ്ങളെ, എന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ പുണ്യപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വരാനിരിക്കുന്ന അനുഭവങ്ങളുടെ യാഥാർത്ഥ്യം, തിക്ത യാഥാർത്ഥ്യം കൺമുമ്പിൽ കാണുന്നത് പോലെ വിശദീകരിച്ച സംഭവം നാം അനുഭവിക്കുന്ന, രണ്ടാലൊന്ന് അനുഭവിക്കാൻ വിധേയനാണ് നാം, ഞാനും നിങ്ങളും. ഏത് രൂപത്തിൽ മരണം വേണമെന്ന് ചോയ്സ് ഈസ് യുവേഴ്സ്, ചൂസ് ഈസ് അവേഴ്സ്.
എന്ത് തീരുമാനിക്കണം, എങ്ങനെ മരിക്കണമെന്നത് എന്റെയും നിങ്ങളുടെയും തീരുമാനമാണ്. ആദ്യത്തെ മനുഷ്യൻ മരിച്ചതുപോലെ സുഹൃതവാനായി സുന്ദരമായ അനുഭവത്തിലൂടെ നന്മ നിറഞ്ഞ ജീവിതം സമൂഹത്തിനും തനിക്കും കുടുംബത്തിനും നൽകി അങ്ങനെ മരിക്കാനുള്ള ഭാഗ്യം കിട്ടുന്ന ആളുകളായി അള്ളാഹു നമ്മെ മാറ്റുമാറാവട്ടെ. രണ്ടാമത് മനുഷ്യൻ മരിച്ച മനുഷ്യരെ പോലെ തിന്മയെ ചെയ്തുകൊണ്ട് തിന്മയിലൂടെ ജീവിച്ച് തിന്മ മാത്രം തനിക്കും കുടുംബത്തിനും സമൂഹത്തിനും ചെയ്തുകൊണ്ട് മരിക്കാതിരിക്കാൻ, അങ്ങനെ ഒരവസ്ഥ വരാതിരിക്കാൻ നാഥൻ നമ്മെ തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ചില മരണങ്ങളുണ്ട്, ചില മരണങ്ങൾ അതിശയിപ്പിക്കുന്ന മരണങ്ങൾ. എല്ലാ നന്മകളും ചെയ്തു കൂട്ടി അവസാനം അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകുന്ന മഹാരഥന്മാരായ ചില ആളുകളുടെ മരണങ്ങൾ, അവരുടെ മരണങ്ങൾ അസൂയ ഉളവാക്കുന്നതാണ്. അവരെ പോലെ മരിക്കണമേ എന്ന് കൊതിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു മരണമാണ് ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് അലി സാഹിബ്. ഈ സ്ഥാപനത്തിന്റെ, ഈ സംവിധാനങ്ങളുടെ, ഇവിടെയുള്ള സൊസൈറ്റിയുടെയും ഇതിന് കീഴിലുള്ള സംവിധാനങ്ങളുടെയും അതിനെയൊക്കെ നയിച്ച നന്മകൾ മാത്രം സമൂഹത്തിന് നൽകി പിരിഞ്ഞുപോയ മനുഷ്യൻ, 78-ാം വയസ്സിൽ നാഥന്റെ വിളിക്കുത്തരം നൽകിയ മനുഷ്യൻ, ആ മനുഷ്യൻ ചെയ്തു കൂട്ടിയ നന്മകൾ അസൂയ ഉളവാക്കുന്നതാണ്. നിങ്ങളൊന്ന് ആ മനുഷ്യന്റെ ചരിത്രം പഠിക്കണം. ആ മനുഷ്യൻ എപ്പോഴും അതാ ആ മൂലയിൽ 2-3 ആഴ്ച മുമ്പ് അവിടെ ഇരിക്കും. സ്ഥിരമായി പള്ളിയിലേക്ക് മക്കളുടെ തോളത്ത് കൈവച്ച് കടന്നു വന്ന മനുഷ്യൻ, ഇതുപോലെ നമ്മെപ്പോലെ എല്ലാം അനുഭവിച്ച, കണ്ടും കേട്ടും അനുഭവിച്ച മനുഷ്യൻ ഇന്ന് നമ്മോടൊപ്പമില്ല. അള്ളാഹുവിന്റെ നാഥന്റെ സമയമായപ്പോ ആ മനുഷ്യന് നിശ്ചയിച്ച അള്ളാഹുവിന്റെ അവധി എത്തിയപ്പോ അതിസുന്ദരമായ ആദ്യത്തെ മലക്കിന്റെ ആ വിളിയാളം കൊണ്ടുകൊണ്ട് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, കടന്നു വരൂ മുഹമ്മദ് അലി സ്വർഗീയ ആരാമങ്ങളിലേക്ക്, അതിസുന്ദരമായ അതിവിശിഷ്ടമായ അനുഭവങ്ങളിലേക്ക് കടന്നു വരൂ എന്ന വിളിയാളം കേട്ടുകൊണ്ട് ഉത്തരം നൽകിയ മഹാൻ. ആ മനുഷ്യനെ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. ആ മനുഷ്യൻ ഇവിടെ ആലത്തൂരിന്റെ വികസനത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, വിദ്യാഭ്യാസ ഉയർച്ചയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, ഇവിടെയുള്ള സാമ്പത്തിക ഉന്നതിക്ക് വേണ്ടി, ഇവിടെയുള്ള ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി, ബോധവൽക്കരണത്തിന് വേണ്ടി, സാമ്പത്തികമായ ഐശ്വര്യത്തിന് വേണ്ടി, വിജ്ഞാനത്തിന്റെ പ്രഭ ചൊരിഞ്ഞ മനുഷ്യൻ. ആ മനുഷ്യന്റെ റെക്കോർഡുകൾ, അദ്ദേഹം ചെയ്തു കൂട്ടിയ നന്മകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മലക്കുകളുടെ സാന്ത്വനം കേട്ടു എന്ന് ഞാൻ പറഞ്ഞത്, കേട്ടുകൊണ്ടായിരിക്കും മരിക്കുന്നത് എന്ന് ഞാൻ പറയുന്നത്. ആ മനുഷ്യൻ ചെയ്തു കൂട്ടിയ ഈ സമൂഹത്തിന് നൽകിയ സംഭാവനകളുടെ ഭാഗമായിട്ടാണ്. മനുഷ്യൻ ആലത്തൂരിലെ മത, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, ആരോഗ്യ, ജനസേവന, ജീവകാരുണ്യ രംഗങ്ങളിൽ ആ മനുഷ്യൻ സജീവമായിരുന്ന, അതിനൊക്കെ ഇന്ധനം പകർന്നിരുന്ന, അതിനു വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ തരുന്ന, അതിനു വേണ്ടിയുള്ള പ്ലാനും പദ്ധതികളും തയ്യാറാക്കിയ, അതിനുവേണ്ടി രംഗസംവിധാനം ഒരുക്കിയ മനുഷ്യൻ. അങ്ങനെയല്ലാതെ വിളിക്കില്ല അദ്ദേഹത്തെ എന്നുറപ്പുണ്ട്. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹ്. ചില ആളുകളുണ്ട്, ചില പുരുഷന്മാരുണ്ട്, അല്ലെങ്കിൽ ചില വ്യക്തികളുണ്ട്, ചില വ്യക്തിത്വങ്ങളുണ്ട്, ചില മഹാരഥന്മാരുണ്ട്. അള്ളാഹുവുമായി ചെയ്ത കരാർ അത് പൂർത്തിയാക്കിയ ആളുകളാണ്. വിശ്വാസികളിൽ അള്ളാഹുവിനോട് ചെയ്ത പ്രതിജ്ഞ അത് യാഥാർത്ഥ്യമാക്കി കാണിച്ച ചിലരുണ്ട്. ചിലർ ചില ആളുകൾ അവരുടെ നേർച്ച പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. തന്റെ ദൗത്യം എന്താണോ, തന്നെ അല്ലാഹു ഇവിടെ ജനിപ്പിച്ചതിലൂടെ, ജീവിപ്പിച്ചതിലൂടെ, ഇത്ര ആയുസ് തന്നതിലൂടെ എന്ത് ഉത്തരവാദിത്തമാണോ, എന്ത് ദൗത്യമാണോ പൂർത്തിയാക്കാൻ നിശ്ചയിച്ചത് അത് പൂർത്തിയാക്കി കടന്നു കഴിഞ്ഞു പോയ മഹാരഥന്മാർ വിശ്വാസികളിൽ ചിലരുണ്ട്. മറ്റു ചിലർ ആ പാതയിലേക്ക് കടന്നു കഴിയാൻ വേണ്ടി പരിനിൽക്കുന്ന ആളുകളുമുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ ഞാൻ മുഹമ്മദ് അലി സാഹിബിനെ പ്രത്യേകമായി ഓർക്കുന്നത്, മനുഷ്യൻ ഇവിടെ ചെയ്തു പോയ, നമുക്കൊക്കെ നൽകിയ ദിശാബോധത്തിന്റെ, വെളിച്ചത്തിന്റെ, തെളിച്ചത്തിന്റെ, സമ്പത്തിന്റെ, വിജ്ഞാനത്തിന്റെ, അതിന്റെയൊക്കെ ആഴവും പരപ്പും മനസ്സിലായത് കൊണ്ടാണ് നാമാണ് മരണവും സ്മൃതിയും ഒക്കെ ഉണ്ടാക്കുന്നത്, നാമാണ് മനുഷ്യനെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അവർ പ്രവർത്തിച്ച പ്രവൃത്തികൾ എന്തൊക്കെയെന്ന് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് നാം. അതിന്റെ ആ ചെയ്തുപോയ നന്മകളുടെ, ചെയ്തു കൂട്ടിയ സുഹൃത്തുക്കളുടെ, വരാനിരിക്കുന്ന കാൽപ്പാടുകളിലൂടെ ഉണ്ടാകുന്ന പ്രതിഫലനങ്ങളെയും
ആ മനുഷ്യൻ ചെയ്തു വെച്ച നന്മകൾ ആരൊക്കെ കൊളുത്തിയെടുക്കുന്നുവോ, പകർത്തിയെടുക്കുന്നുവോ, വിജ്ഞാനം കൊണ്ടുപോകുന്നുവോ, അതിൽ ആരൊക്കെ അനുഭവിക്കുന്നുവോ, ആ അനുഭവിക്കുന്ന ആളുകളുടെ കാൽപ്പാടുകൾ ആരൊക്കെ അനുസന്ധാനം ചെയ്യുന്നുവോ, ആരൊക്കെ അനുധാവനം ചെയ്തുകൊണ്ട് പിന്തുടർന്ന് ആ വഴിത്താരയിൽ പിന്നെയും സ്വപ്നങ്ങളായി, പിന്നെയും പ്രവൃത്തികളായി രൂപപ്പെടുത്തുന്നുവോ, അതിന്റെയൊക്കെ നന്മ ഈ മരിച്ച മനുഷ്യന്റെ റെക്കോർഡിൽ എത്ര സുന്ദരമായ ആയത്താണ് സഹോദരങ്ങളെ അത്. നമുക്ക് നന്മ ചെയ്താൽ ആ നന്മയുടെ പ്രതിഫലം മാത്രമല്ല, ആരൊക്കെ ആ നന്മകൾ പിന്തുടർന്നുവോ, ആരൊക്കെ അതിന്റെ നന്മകൾ അനുഭവിച്ചുവോ, അതിന്റെയൊക്കെ റെക്കോർഡ് എന്റെയും നിന്റെയും റെക്കോർഡ് പുസ്തകത്തിൽ എഴുതണം എന്ന് അല്ലാഹു ഇവിടെ പറഞ്ഞു വെക്കുന്നു. എല്ലാം കൃത്യമാണ് സഹോദരങ്ങളെ. എല്ലാം ഒരു വള്ളി വിടാത്ത എല്ലാ നന്മകളും ഞാൻ അവിടെ നിങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തും. അതുപോലെ രേഖപ്പെടുത്തപ്പെട്ട നന്മയുടെ ഉടമയാണ് മുഹമ്മദ് അലി സാഹിബ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനുഷ്യന്റെ കർമ്മങ്ങൾ മാത്രമല്ല, അവൻ പിറകിൽ വിട്ടേച്ചു പോയ കാൽപ്പാടുകളും രേഖപ്പെടുത്തും എന്ന്. മരണശേഷം തന്റെ ഭാവി തലമുറയിലും സ്വന്തം സമൂഹത്തിലും തന്റെ നല്ലതും ചീത്തയുമായ പ്രവർത്തനങ്ങളുടെ എന്തെല്ലാം ഫലങ്ങൾ, നന്മ മാത്രമല്ല തിന്മ കൂടെ ചെയ്ത് അത് സമൂഹത്തിന് ഉപദ്രവം ഉണ്ടാക്കിയാൽ, അത് ആരെങ്കിലും പിൻപറ്റിയാൽ, ആരെങ്കിലും അതിലൂടെ വിഷമം അനുഭവിച്ചാൽ, ആർക്കെങ്കിലും തന്റെ തിന്മയിൽ നൊമ്പരമുണ്ടായാൽ, ആ തിന്മയുടെ റെക്കോർഡ്, നൊമ്പരമുണ്ടായവന്റെ ആ കാര്യങ്ങൾ മുഴുവൻ ചെയ്ത മനുഷ്യന്റെ തിന്മയുടെ റെക്കോർഡായിട്ട് രേഖപ്പെടുത്തപ്പെടും എന്നാണ് പറയുന്നത്. അദ്ദേഹം വിട്ടേച്ചു പോയ, മുഹമ്മദ് അലി സാഹിബ് വിട്ടേച്ചു പോയ ഈ മരണത്തെക്കുറിച്ച് ഓർക്കുന്നത് മുഹമ്മദ് അലി സാഹിബിന്റെ മദ്ഹ് പറയാനല്ല, മറിച്ച് അദ്ദേഹം ചെയ്തു പോയ ആ മനുഷ്യൻ, അദ്ദേഹം അല്ലാഹു നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടെ വാങ്ങിയിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന എനിക്കും നിനക്കും, എനിക്കും നിങ്ങൾക്കുമാണ് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടത്. ആ മനുഷ്യരിൽ നിന്ന് മാതൃകയുണ്ട് നമുക്ക് പലതിനും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്രയധികം ആ മനുഷ്യൻ സ്ഥാപിച്ചു. ഖത്തറിൽ ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ എന്ന സ്ഥാപനം ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഒഴിവ് സമയങ്ങളിൽ അങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ ചിന്ത ഉണ്ടാവുകയും അത് അവിടെയുള്ള ആളുകളോട് പറയുകയും അത് ഒരു സ്കൂളായിട്ട് ഇപ്പോഴും ഭംഗിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളായി നടക്കുന്നുണ്ട്. അവിടെ എത്രയധികം ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ആ കാലം മുതൽ ഇതുവരെ കടന്നു പഠനം നടത്തി പോകുന്നുണ്ട്. ഈ നന്മകളൊക്കെ സുഹൃത്തൽ വാരിക്കൂട്ടിയ മഹാനാണ് മുഹമ്മദ് അലി സാഹിബ്. നമ്മുടെ എന്തിന് ആലത്തൂരിലെ മോഡൽ സെൻട്രൽ സ്കൂൾ അദ്ദേഹത്തിന്റെ ആശയത്തിൽ രൂപപ്പെട്ട, അത് സൊസൈറ്റിയിൽ സമർപ്പിക്കുകയും അതിന്റെ വേണ്ടി ചുക്കാൻ പിടിക്കുകയും അതിന് നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്ത മനുഷ്യൻ. വിദ്യാഭ്യാസം എന്നത് ഒരു മനുഷ്യന്റെ, ഒരാളുടെ യഥാർത്ഥത്തിലുള്ള വളർച്ചയുടെയും വികാസത്തിന്റെയും ആദ്യ പടിയാണെന്ന് മനസ്സിലാക്കി അവിടെ ശ്രദ്ധയൂന്നിയ മനുഷ്യനാണ് അദ്ദേഹം. അതിനു പുറമെ എത്രയധികം സാമ്പത്തികമായ സംഭാവനകളാണ് വിദ്യാഭ്യാസത്തിന്റെ ഔന്നത്യക്കും ഉന്നതിക്കും വേണ്ടി അദ്ദേഹം ചെലവഴിച്ചെന്നറിയുമോ? ഇവിടെ ഒരു ഖുർആനിക് സ്കൂളുണ്ട്, ഹെവൻസ് ഖുർആനിക് പ്രീ സ്കൂൾ. അതിന് കോടിക്കണക്കിന് രൂപ വില വരുന്ന ടൗണിലെ സ്ഥലം ആ മനുഷ്യൻ ദാനമായി നൽകിയിട്ടുണ്ട്. മാപ്പളം സ്കൂളിന് 30 സെന്റ് ദാനമായി നൽകി. തന്റെ മക്കളോട് ആലോചിച്ച് അവരാരും എതിര് പറയാതെ തങ്ങൾക്ക് കിട്ടേണ്ടുന്ന ഓഹരി പോലും സമൂഹത്തിന്റെ നന്മയ്ക്ക് ചെലവഴിക്കാൻ മനസ്സ് കാണിച്ച അദ്ദേഹത്തിന്റെ കുടുംബത്തോട് നമുക്ക് നന്ദി കാണിക്കണം. കാരണം ഈ നന്മയിൽ അദ്ദേഹത്തോടൊപ്പം കുടുംബവും കൂടെ ചേർന്നു എന്നതാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും, ആലത്തൂർ ഇസ്ലാമിയ കോളേജ് ആവട്ടെ, ഹാബിറ്റ്സ് സ്കൂൾ ആവട്ടെ, ഒക്കെ അദ്ദേഹം അതിന് എല്ലാവിധ പിന്തുണയും എല്ലാവിധ സഹായവും നൽകിയ മനുഷ്യൻ. വിദ്യാഭ്യാസമാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥത്തിന്റെ വളർച്ചയുടെ അളവുകോലെന്ന് മനസ്സിലാക്കി അവിടെ ശ്രദ്ധയൂന്നിയ മനുഷ്യൻ. ഞാൻ അദ്ദേഹം മരിക്കുന്നതിന്റെ 2-3 ആഴ്ച മുമ്പ്, ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന്റെ 2 ആഴ്ച മുമ്പ് അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചു. എപ്പോഴും പല വിഷയങ്ങളും, അത്ര പ്രായമാണെങ്കിലും അല്പം അദ്ദേഹത്തിന് ശാരീരിക അവശതയുണ്ടെങ്കിലും പോയി കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ അഡ്വൈസ് തേടുകയും ചെയ്യാറുണ്ട്. ഈ അവസാനമായിട്ട് മരിക്കുന്നതിന്റെ 2 ആഴ്ച മുമ്പ്, 3 ആഴ്ച മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന ശാന്തപുരം ഇസ്ലാമിയ കോളേജിന്റെ അവിടെയുള്ള ഒരു സ്പോൺസർഷിപ്പ് സ്കീമിനെ കുറിച്ച് ചോദിക്കാനും പറയാനും ഒക്കെ പോയി. അത് കേൾക്കുകയും കാണുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അപ്പോൾ തന്നെ ആ മനുഷ്യൻ, ഞാൻ ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു. വിദ്യാഭ്യാസത്തെ, പ്രത്യേകിച്ചും ഇസ്ലാമിക വിദ്യാഭ്യാസത്തെ, ഭൗതിക വിദ്യാഭ്യാസം മാത്രമാണ് മനുഷ്യന്റെ നന്മയ്ക്ക് നല്ലത് എന്ന് വിശ്വസിക്കുന്ന
ആ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ അസുഖമായി പ്രയാസപ്പെടുമ്പോൾ പോലും തനിക്ക് സമൂഹത്തിന് ചെയ്യുന്ന ചെറുതെങ്കിലും തന്നെ കൊണ്ട് പറ്റാവുന്നത് ഈ സമയത്ത് എന്താണോ എന്റെ കയ്യിലുള്ളത് അത് തരാമെന്ന് പറയുന്ന ഈ പള്ളിക്ക് ആ മനുഷ്യൻ ഇവിടെയുള്ള നവീകരണത്തിന് നൽകിയിട്ടുണ്ട്. അങ്ങനെ എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ കഴിയാത്ത നന്മകൾ ചെയ്തു കൂട്ടിയ മനുഷ്യൻ നമുക്ക് പാഠമാണ് സഹോദരങ്ങളെ. നമ്മൾ ഒരുപാട് പണം സമ്പാദിക്കാറുണ്ട്, പക്ഷേ ഈ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ തനിക്കും കുടുംബത്തിനും മാത്രം കെട്ടിപ്പൂട്ടി വെക്കുന്ന ആളുകൾ മുഹമ്മദ് അലി സാഹിബിനെ കണ്ടുപിടിക്കണമെന്നാണ് പറയുന്നത്. വൈജ്ഞാനിക രംഗത്ത് ആ മനുഷ്യൻ കാണിച്ച നന്മകളും സുഹൃത്തുക്കളും നിങ്ങൾ തിരിച്ചറിയണം. പറയാനുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. വൈജ്ഞാനിക രംഗത്ത് അദ്ദേഹം കേരളത്തിലെ അറിയപ്പെട്ട വിദ്യാഭ്യാസ വിചക്ഷണനാണെന്ന് തിരിച്ചറിയണം. അതുപോലെ തന്നെ കേരള മജ്ലിസു തഅലീമുൽ ഇസ്ലാമിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് വർത്തിച്ച ആളാണ്. അതുപോലെ തന്നെ പല പുസ്തകങ്ങളും എഴുതുകയും പുസ്തകം റിവിഷൻ നടത്തുകയും മദ്രസ പാഠപുസ്തകങ്ങളെ ചിട്ടപ്പെടുത്തുകയും രൂപപ്പെടുത്തുകയും അതിനെ ചെക്ക് ചെയ്യുകയും ചെയ്ത ആള്. ഇംഗ്ലീഷും അറബിയും മലയാളവും സ്ഫുടമായി സ്പോണ്ടേനിയസ് ആയിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് സഹായം നൽകിയ മനുഷ്യൻ. അതുപോലെ തന്നെ ആ മനുഷ്യൻ മതബോധവൽക്കരണത്തിൽ ഈ ഇശാഅത്തുൽ ഇസ്ലാം മസ്ജിദിന് ഇദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിലാണ് ഈ പള്ളി ഉണ്ടായത്. നോക്കണം, 40 വർഷം മുമ്പ് ഇത്ര വിശാലമായ ഒരു പള്ളി ഉണ്ടാക്കാൻ ഈ സ്ഥലം ആ സമയത്ത് ആളുകൾക്കറിയാം ചണ്ടി പിടിച്ച അഴുക്കുചാൽ നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. അതിനെ മനോഹരമായ ഒരു പള്ളിയാക്കി മാറ്റി. ഖത്തറിൽ ജീവിച്ചിരിക്കുമ്പോഴും അവിടെ നിന്ന് വിഭവ സമാഹരണം നടത്തിയിട്ട് ആ മനുഷ്യന്റെ പേരിൽ അറിയപ്പെടുന്ന, ആ മനുഷ്യന്റെ അധ്വാനത്തിൽ അറിയപ്പെടുന്ന പള്ളിയാണ് ഇന്ന് നാം സുഖമായിരിക്കുന്നത്. 10,000-കണക്കിന് മനുഷ്യർ ഇവിടെയുള്ള നമസ്കാരം നിർവഹിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ മനുഷ്യർ ആഴ്ചതോറും ഖുതുബകൾ കേൾക്കുമ്പോൾ അവരുടെയൊക്കെ സുഹൃതങ്ങൾ, ആ കേട്ടതിന്റെ നന്മകൾ മുഴുവൻ ആ മനുഷ്യന്റെ ഖബറിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു പറയുമ്പോൾ ചെയ്തു കൂട്ടിയ നന്മകളുടെ ആഴം എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. സഹോദരങ്ങളെ, ജീവിക്കുന്നുവെങ്കിൽ ഇതുപോലെ അസൂയ ഉളവാക്കുന്ന ജീവിതം നയിക്കണം. ജീവിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന, മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന, അനുകരണീയമായ മാതൃക കാണിച്ചു കൊടുത്ത് ജീവിക്കാൻ കഴിയുന്ന ആളുകളായി മാറണം. അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്ത് ICL എന്ന് പറഞ്ഞ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ക്രെഡിറ്റ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കേരളത്തിൽ അറിയപ്പെട്ട ഒരു സാമ്പത്തിക സംവിധാനം ഉണ്ടായിരുന്നു. അതിന്റെ ചെയർമാനായി വർത്തിച്ച ആള്. ബൈത്തുൽ സക്കാത്ത് കേരളയിൽ ഇന്ന് വ്യാപകമായിട്ട് കോടിക്കണക്കിന് രൂപ ജനങ്ങൾക്ക് സേവനമായി നൽകുന്ന സംവിധാനത്തിന്റെ സെക്രട്ടറിയായി വർത്തിച്ചു. അതുപോലെ തന്നെ ആലത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് നടത്തിയിട്ടുണ്ടായി. നൂറുകണക്കിന് ആളുകൾ ഖത്തറിൽ, നൂറുകണക്കിന് ആളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും ആലത്തൂരിൽ നിന്ന് അവരുടെ വിദ്യാഭ്യാസത്തിനും വിജ്ഞാനത്തിനും ഒക്കെ പുറമെ അവരുടെ ജീവസന്ധാരണത്തിന് വേണ്ടി ജോലി നേടിത്തു കൊടുത്ത മനുഷ്യനാണ് അദ്ദേഹം എന്ന് തിരിച്ചറിയണം. അവർക്കൊക്കെ ആ വിഷയത്തിൽ അദ്ദേഹത്തോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് എന്ന് മനസ്സിലാക്കണം. സഹോദരങ്ങളെ, നാം മുഹമ്മദ് അലി സാഹിബിനെ കുറിച്ച് പറയുന്നതിനപ്പുറം നമ്മെക്കുറിച്ച് പറയുക, നമ്മെക്കുറിച്ച് ആലോചിക്കുക. ഞാൻ എവിടെയാണ്? ഞാൻ ഇന്ന് മലക്കുൽ മൗത്ത് വന്ന് അല്ലാഹുവിന്റെ വിളിയാളം എനിക്കുണ്ടായാൽ ആ വിളിയാളത്തിന് ഞാൻ ഉത്തരം നൽകുന്നത് ആദ്യം പറഞ്ഞ മനുഷ്യന്റെ രൂപത്തിലാണോ, രണ്ടാമത് മനുഷ്യന്റെ രൂപത്തിലാണോ എന്ന് ആലോചിക്കുക. സുഹൃതത്തോടെ, നന്മയോടെ, സന്തോഷത്തോടെ ആത്മാവിനെ മലക്കിന്റെ കൈകളിലേക്ക് കൊടുക്കാൻ ബാക്കിയുള്ള ആളുകളായി ജീവിക്കാൻ ശ്രമിക്കുക സഹോദരങ്ങളെ. ഇവരെ പോലെയുള്ള ആളുകൾ നമുക്ക് മുമ്പേ കടന്നു കഴിഞ്ഞു പോയിട്ടുണ്ട്, നമുക്ക് വഴിവെട്ടി തെളിയിച്ചിട്ടുണ്ട്, നമുക്ക് മാർഗം കാണിച്ചു തന്നിട്ടുണ്ട്, നമുക്ക് മാതൃകയായി മാറിയിട്ടുണ്ട്. അവരുടെയൊക്കെ സുഹൃതങ്ങൾ, ഒരുപാട് പണമുണ്ടായിട്ട്, ഒരുപാട് സമ്പത്തും മണിമാളികകളും കൊട്ടാരമുണ്ടായിട്ട് തനിക്ക് സുഖമായി തന്റെ കുടുംബത്തിന് സുന്ദരമായി ജീവിക്കാമെന്നല്ലാതെ സമൂഹത്തിന് എന്ത് ഫലം? നല്ല വീട് വേണം, നല്ല കുടുംബം വേണം, നല്ല കാർ വേണം എന്നതൊക്കെ ശരി തന്നെ. പക്ഷേ അതിലപ്പുറം തട്ടിപ്പറിക്കുകയും വെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ആളുകൾ, ബിസിനസ്സിൽ കള്ളവും ചതിയും ചെയ്ത് പണം വാരിക്കൂട്ടുന്നത് എങ്ങോട്ടാണ് സഹോദരങ്ങളെ? രണ്ടാമത് മനുഷ്യനെ പോലെ മരിക്കാൻ അങ്ങനെയുള്ള ഒന്നിനേക്കാണ് നിങ്ങൾ അത്തരം തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നത്. അഴിമതിയിലൂടെ, കൈക്കൂലിയുടെ പണം സമ്പാദിക്കുന്ന ആളുകളുണ്ട്. തനിക്കും കുട്ടികൾക്കും മാത്രം കൊടുക്കുന്ന, അതിലപ്പുറം ഭിക്ഷുവിന് കൊടുക്കാൻ കഴിയാത്ത, ഇതുപോലുള്ള ഇസ്ലാമിക സംരംഭങ്ങൾക്ക് കൊടുക്കാൻ മനസ്സില്ലാത്ത, ഇതുപോലുള്ള സംവിധാനങ്ങൾ നടത്താൻ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ കെൽപ്പുള്ള മനുഷ്യർ ആലത്തൂരിലും പരിസരത്തുമുണ്ട്. പക്ഷേ അവർക്കൊന്നും, ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുകയല്ല, ചില ആളുകൾക്ക് കൊടുക്കാൻ മനസ്സില്ല. കോടിക്കണക്കിന് രൂപ കയ്യിലും ബാങ്കിലും ഉണ്ടായിട്ട്, അതിനേക്കാളധികം ആസ്തികൾ സ്വത്തായി ഉണ്ടായിട്ട് ഈ സമൂഹത്തിന് നന്മ കൊടുത്തുകൊണ്ട് മരിക്കാൻ ശ്രമിക്കൂ സഹോദരങ്ങളെ. ഞാനും നിങ്ങളും പ്രവാചകൻ ആദ്യം പറഞ്ഞ മനുഷ്യനെ പോലെ മരിക്കാൻ
അതിനൽപ്പം അധ്വാനം ആവശ്യമുണ്ട്, ഒരൽപ്പം പണം ആവശ്യമുണ്ട്, ഒരൽപ്പം മനസ്സാവശ്യമുണ്ട്, ഒരൽപ്പം ത്യാഗം ആവശ്യമുണ്ട്, ഒരൽപ്പം ഉറച്ച തീരുമാനം ആവശ്യമുണ്ട്. ഈ സമൂഹത്തിന് വേണ്ടി ഞാൻ സമ്പാദിക്കുന്നത് എനിക്ക് മാത്രമല്ല, എനിക്കും കുടുംബത്തിന് മാത്രമല്ല, മുഹമ്മദ് അലി സാഹിബിനെ പോലെയുള്ള ഇതുപോലെ കടന്നു കഴിഞ്ഞു പോയ അനേകം മനുഷ്യരുണ്ട് ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തുമൊക്കെ. കോടിക്കണക്കിന് കയ്യയച്ച് സഹായിച്ച് സംരംഭങ്ങളെയും സ്ഥാപനങ്ങളെയും നിലനിർത്തിയ ആളുകൾ, അവരാണ് വിജയികൾ, അവരാണ് സ്വർഗീയ ആരാമങ്ങളിൽ, അവർക്കാണ് സ്വർഗത്തിൽ അത്യുന്നതങ്ങളായ സ്ഥാനം. അൽ ജന്നാത്തുൽ ഫിർദൗസിൽ അഅല, അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്ന മഹാരഥന്മാർ. അവരെ പോലെ ആകാൻ, അവരുടെ ഒരു നിഴലെങ്കിലും ആകാൻ നമുക്ക് കഴിയണം. കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാമൊക്കെ ഇവിടെയൊക്കെ ജീവിച്ചു എന്നതിന് തെളിവ്. ഒരു ഉറുദു കവിതയുണ്ട്, ജീവിതം ആർക്കൊക്കെയോ സഹായകമാകാനായി ലഭിച്ചതായിരുന്നു, എന്നാൽ കടലാസു കഷ്ണങ്ങൾ സ്വന്തമാക്കാനുള്ള പരക്കം പാച്ചിലിൽ സമയമങ്ങനെ കൊഴിഞ്ഞുപോയി. ഇത്രയധികം പണം സമ്പാദിച്ചിട്ട് എന്തു ചെയ്യാൻ? കഫൻ പുടവയ്ക്ക് കീശയില്ല, കബറിൽ അലമാരയുമില്ല, മാത്രമല്ല മരണത്തിന്റെ മാലാഖ കൈക്കൂലിയും വാങ്ങാറില്ല. എത്ര സുന്ദരമായ ആവിഷ്കാരമാണത്! ജീവിതം ആർക്കൊക്കെയോ സഹായകമാകാനായി ലഭിച്ചതായിരുന്നു, എന്നാൽ കടലാസു കഷ്ണങ്ങൾ സ്വന്തമാക്കാനുള്ള പരക്കം പാച്ചിലിൽ, പണമുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിൽ സമയമങ്ങനെ കഴിഞ്ഞുപോയി. ഇത്രയധികം പണം സമ്പാദിച്ചിട്ട് എന്ത് കിട്ടാൻ? കഫം പുടവയ്ക്ക് കീശയില്ലല്ലോ, കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. കബറിൽ അലമാറയുണ്ടെങ്കിൽ സൂക്ഷിക്കാൻ അവിടെ ഇല്ലല്ലോ. അത് മരണത്തിന്റെ മാലാഖയ്ക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ട് നരകത്തിൽ പോകുന്നതിന് പകരം സ്വർഗത്തിൽ പോകാൻ നിനക്കാവതില്ലല്ലോ സഹോദര എന്ന് വിളിച്ചു പറയുന്ന കവിത. اليوم فوق الأرض نلهو ونلعب وغدا في بطنها نصرخ ونتحسن. അറബി കവിത ഇങ്ങനെയാണ്. ഇന്ന് നാം ഭൂമിക്ക് മുകളിൽ കളിച്ചും ചിരിച്ചും കഴിയുകയാണ്, നാളെയോ നാം അതിനുള്ളിൽ അട്ടഹസിച്ചും ദുഃഖിച്ചും കഴിയേണ്ടി വരുന്ന പതിതമായ ധന്യമായ അവസ്ഥ അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോളൂ, താനും തോന്നിയതുപോലെ ജീവിച്ചോളൂ, പക്ഷേ ആ ജീവിതത്തിന്റെ പളവളപ്പിൽ അട്ടഹാസത്തിൽ മരിക്കുമെന്ന ഓർമ്മ കൂടെ ഉണ്ടാകട്ടെ. ആരെ വേണമെങ്കിലും പ്രേമിച്ചോളൂ, കാമിച്ചോളൂ, പക്ഷേ അവരെയൊക്കെ വേർപിരിയേണ്ടി വന്നിട്ട് ഒറ്റക്ക് കബറിലെ ക്രൂരമായ ആ കൂരിരുട്ടിൽ കഴിയേണ്ടവനാണെന്ന് ബോധ്യം വേണം. ആരെ പ്രേമിച്ചാലും വഴിവിട്ട് ബന്ധങ്ങളിലും ജീവിച്ചാലും അവരെയൊക്കെ ഒരു ദിനം മാറ്റി നിർത്തിയിട്ട് ഒറ്റയ്ക്ക് പോകേണ്ടവനാണ് കബറിലേക്കുള്ള അറയിലേക്ക് തിരിച്ചു പറയണം. എന്ത് വേണമെങ്കിലും ചെയ്തോളോ, പക്ഷേ ചെയ്തത് കണ്ടുകൂട്ടുമെന്ന ബോധത്തോടുകൂടിയാകണം ചെയ്യുന്നത്. എങ്ങനെ ജീവിച്ചാലും, എങ്ങനെ നീ ആരെ പ്രേമിച്ചാലും, എന്തൊക്കെ ചെയ്താലും അനുഭവിക്കേണ്ടത് നീയാണെന്ന് തിരിച്ചറിയുന്ന അറബി കവിതാശാല നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ സ്വലവാത്തു റബ്ബി വതസ്ലിമാതുഹു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അയ്യുഹന്നാസ് ഊസികും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിന്റെ അടിയാറുകളെ, വിശ്വാസിനികളെ, അവന്റെ കൽപ്പനക്കനുസരിച്ച്, അവന്റെ ആജ്ഞാനിരോധങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ, തഖ്വയോടെ ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഏതാനും ചില മരണങ്ങൾ കൂടെ ഈ ആഴ്ച നടക്കുകയുണ്ടായി. ഒന്ന് സാഗർ ഹോട്ടലെ ഹസനഖാന്റെ ഉമ്മ ഫാത്തിമ, മറ്റൊന്ന് ഖാജ ഹുസൈൻ്റെ ഭാര്യ ബദറുന്നീസ, ഇസ്മായിൽ സാഹിബിൻ്റെ ഭാര്യ ഖമറുന്നീസ, മുബാറക് ഇലക്ട്രിക്കൽസ്. ഇവരൊക്കെ അല്ലാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി പോയവരാണ്. ഇതുപോലെ ഈ മെമ്പറുകളിൽ നിന്ന് നമ്മുടെ പേരും ഒരിക്കൽ പറയും, മരിച്ചുപോയി എന്ന് ആളുകൾ നമ്മെക്കുറിച്ച് ഉയർത്തും. മറ്റുള്ളവരുടെ മരണം കേൾക്കുമ്പോൾ ഞാൻ മരിക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കണം. നിങ്ങൾ മരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്ക് ഒരാൾ പ്രാർത്ഥിക്കും ഇവിടെ. ആ പ്രാർത്ഥന സഫലമാകണമെങ്കിൽ, ആ പ്രാർത്ഥന കേവലം യഥാർത്ഥത്തിൽ അത് നമുക്ക് ഉപകരിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നന്മ ചെയ്തുകൊണ്ട് മരിക്കണം സഹോദരങ്ങളെ. സുഹൃതം ചെയ്തുകൊണ്ട്, മനുഷ്യർക്ക് ഉപകാരം ചെയ്തുകൊണ്ട്, ചുരുങ്ങിയത് അവർക്ക് ഉപദ്രവമില്ലാതെ ജീവിക്കുകയെങ്കിലും വേണം.
അപ്പോഴാണ് ഇത്തരം പ്രാർത്ഥനകൾക്കൊക്കെ ഫലമുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചുപോയ മുഹമ്മദ് അലി സാഹിബ്, ഫാത്തിമ, ബദറുന്നീസ, ഖമറുന്നീസ, ഇനിയും പേര് പറയാത്ത ഒരുപാട് ആളുകൾ, ഇവർക്കൊക്കെ അവരുടെ ഖബറിൽ വെളിച്ചം നൽകുമാറാവട്ടെ. അവർക്ക് അല്ലാഹുവിന്റെ മഹദായ ഫദ്ൽ കൊണ്ട് ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പരലോകത്ത് വെളിച്ചം നൽകി സ്വർഗം നൽകി അത്യുന്നതങ്ങളിൽ അവരെ ഈ കുടിയിരുത്തുമാറാവട്ടെ. നമുക്കും അവരോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ മരിച്ചുപോയ ആളുകളുണ്ട്, അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട്, ശാരീരിക അവശതകൾ കൊണ്ട്, അല്ലാഹു അവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അവർക്ക് ശിഫ നൽകി ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല സുഹൃതങ്ങൾ ചെയ്യാനുള്ള മനസ്സ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സുഹൃതങ്ങളിലൂടെ ഇത്തരം മാതൃകാ പുരുഷന്മാരെ അനുകരിച്ച് അവരെ മാതൃകയാക്കിയിട്ട് അവരെ പോലെ നന്മ നിറഞ്ഞ ജീവിതം നൽകി അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന് മനസ്സും സന്നദ്ധതയും കഴിവും സമ്പത്തും നൽകി അല്ലാഹു നമുക്ക് തുടക്കുമാറാവട്ടെ. അല്ലാഹുമ്മ انصر الاخوان المجاهدين في فلسطين اللهم انصر اخواننا المجاهدين في فلسطين اللهم انصر اخواننا المجاهدين في غزة اللهم اكشف الضر عن اخواننا في غزة اللهم اكشف الضر عن اخواننا في غزة وفي فلسطين اللهم اهلك قوة الصهاينة المحتلين اللهم دمر الجيوش الصهاينة اللهم شدد شملهم وفرق جمعهم ودمر ديارهم وزلزل أقدامهم اللهم حرر المسجد الأقصى من دنس اليهود الصهاينة المحتلين اللهم حرر المسجد الأقصى من دنس اليهود الصهاينة المحتلين إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات ربنا إنك مجيب الدعوات يا قاضي الحاجات برحمتك يا أرحم الراحمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر والبغي لعلكم تفلحون